ഹായ് നമസ്കാരം. എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തൊട്ട് പുറകിൽ കാണുന്നത് അറയ്ക്കൽ ദർബാർ ഹാളാണ്. അതിൻ്റെ ഇപ്പുറത്ത് പള്ളിയാണ്. പിന്നെ കൊട്ടാരത്തിന് പല ഭാഗം പൊളിഞ്ഞ് മാറി ഇപ്പോൾ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പരിസരമൊക്കെ കാണിച്ചു തരാം. വളരെ കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒരു മുസ്ലിം രാജ കുടുംബമാണ് ഈ അറയ്ക്കൽ രാജവംശം. അറയ്ക്കൽ ബീവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അറയ്ക്കൽ അലി രാജയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ ചരിത്രങ്ങളൊക്കെ ചുരുങ്ങിയ രീതിയിൽ, വളരെ ലെങ്ത് കൂടാത്ത രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് പോകാം. അത് അറയ്ക്കൽ രാജവംശത്തിൻ്റെ ദർബാർ ഹാളാണ്. ഇതിൻ്റെ കൊട്ടാരം പുറകിലാണ്. സെന്റ് ആഞ്ചലോ ഫോർട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് ഇങ്ങോട്ട്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് കേട്ടോ വന്നത്. നമുക്ക് ആദ്യം കൊട്ടാരം നിന്നിരുന്ന ഭാഗത്തേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ദർബാർ ഹാളിലേക്ക് വരാം. ദർബാർ ഹാൾ ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശമായി കണക്കാക്കുന്ന അറയ്ക്കൽ രാജവംശത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കേരളോൽപ്പത്തിയിൽ ഐതിഹ്യപരമായ ഒരു ചരിത്രം പരാമർശിച്ചിട്ടുണ്ട്. ഇത് ഇപ്രകാരമാണ്. അതായത് അവസാനത്തെ ചേരമാൻ പെരുമാൾ വേളപുരം അഥവാ ആര്യപുരം എന്ന സ്ഥലത്ത് നിന്നും ഒരു ജോനകൻ അഥവാ മാപ്പിളയെയും സ്ത്രീയെയും കണ്ണൂരിലേക്ക് ക്ഷണിച്ചു വരുത്തി. അതിനുശേഷം അലി രാജാവ് എന്ന ബിരുദം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അത്രേ. നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതിന്റെ ഇടതുവശത്തായിട്ടാണ് ഒരു പള്ളി ഉള്ളത്. പിന്നെ ബാക്കിയുള്ള കൊട്ടാരങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു. ബാക്കി എല്ലാം പുതിയ കെട്ടിടങ്ങളാണ്. ഈ ഭാഗമാണ് നമ്മൾ ദർബാർ ഹാളിന്റെ മറ്റൊരു ഭാഗം, മറ്റൊരു പള്ളിയാണ്. ഇനി മറ്റൊരു ഐതിഹ്യം പറയാം. കോലത്തിരി രാജാവിന്റെ മകൾ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിൽപ്പെടുകയും ഒരു മാപ്പിള അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്രേ. അവരുടെ വസ്ത്രം ഒഴുക്കിൽ നഷ്ടപ്പെട്ടതിനാൽ തന്റെ മുണ്ട് അവർക്ക് നഗ്നത മറയ്ക്കാനായി നൽകിയത്രേ. അന്നത്തെ ആചാരപ്രകാരം ഒരു സ്ത്രീ അന്യപുരുഷന് നിന്ന് മുണ്ട് സ്വീകരിച്ചാൽ അദ്ദേഹത്തിനെ ഭർത്താവായി സ്വീകരിക്കണമത്രേ. രാജാവിന് ഈ സമ്പ്രദായം എതിർക്കാൻ കഴിയാത്തതിനാലും മകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന ഒരു പിതാവിന്റെ ആകുലത മൂലം ഈ മുസ്ലിമിന് മകളെ വിവാഹം കഴിച്ചു കൊടുത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് രാജകുമാരിയായി ജീവിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും അധികാരങ്ങളും അദ്ദേഹം നൽകിയത്രേ. അയാൾക്ക് അലി രാജാവെന്നും ആഴി രാജ്യത്തെ തലവൻ എന്ന രീതിയിൽ ആഴി രാജാവെന്നും പിന്നീട് പേർ വിളിച്ചു വന്നു. ആ കാണുന്നത് ഒരു ബെൽ ടവർ ആണ്. ബെല്ലടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കിണറാണ്. പിന്നെ ഇതിന്റെ അടുത്ത് പഴയ കുറെ കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാനാണ് സാധ്യത. അത് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഇതിന്റെ ഇവിടെ ഒരു പള്ളി പോലെ ഒന്ന് കാണാനുണ്ട്. ഇനിയും ഒരു ഐതിഹ്യം കൂടി പറയാനുണ്ട് കേട്ടോ. മലബാർ മാനുവലിൽ വില്യം ലോഗൻ ഇങ്ങനെ ഒരു ഐതിഹ്യമാണ് രേഖപ്പെടുത്തുന്നത്. കോലത്തിരിയുടെ മന്ത്രിയായ അരയൻ കുളങ്ങര നായർ ഇസ്ലാം മതം സ്വീകരിക്കുകയും മുഹമ്മദ് എന്നോ അലി എന്നോ പേർ സ്വീകരിച്ചുകൊണ്ട് മമ്മാലി വംശം എന്നറിയപ്പെടുകയും പിൽക്കാലത്ത് അറയ്ക്കൽ രാജ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ് ആ ഐതിഹ്യം. കേരളത്തിലെ ഒരു വിധമുള്ള എല്ലാ രാജവംശങ്ങളും പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ചേരമാൻ പെരുമാളിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പോലെ അറയ്ക്കൽ രാജവംശത്തിനും ഇങ്ങനെ ഒരു ബന്ധം, ഉൽപ്പത്തി ചരിത്രം ഒക്കെ രേഖപ്പെടുത്തി കാണാനുണ്ട്. ഇതനുസരിച്ച് ധർമ്മപട്ടണത്തിൽ താമസിച്ചിരുന്ന അവസാനത്തെ ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായ ശ്രീദേവിയുടെ പുത്രൻ മഹാബലിയോട് ചേരമാൻ പെരുമാൾ താൻ മതം മാറി അറേബ്യയിലേക്ക് പോയതിനു ശേഷം മഹാബലിയോട് രാജാവാകുവാൻ കൽപ്പിക്കുന്നു. പിന്നീട് മഹാബലി മുഹമ്മദ് അലി എന്ന പേരിലേക്ക് ഇസ്ലാമിലേക്ക് മതം മാറുന്നു. പിന്നീട് ഇദ്ദേഹം ആലി രാജാവ് അല്ലെങ്കിൽ അലി രാജാവായി അറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും മക്കത്തേക്ക് പോയ ചേരമാൻ പെരുമാൾ ഒരു ദിവസം മടങ്ങി വരുമെന്നുള്ള സ്മരണയിൽ ഒരുക്കി വെച്ച കട്ടിലും അതിനടുത്ത് ഒരു കെടാവിളക്കും കൊട്ടാരത്തിന്റെ തെക്കിനിയിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അത്രേ. ഇവർ മരുമക്കത്തായ സമ്പ്രദായമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിന് ഖലീഫയുടെ അംഗീകാരവും ഉണ്ടായിരുന്നു അത്രേ. കുടുംബത്തിലെ മൂത്ത ആൾ ആരാണോ അവരായിരുന്നു അധികാരത്തിൽ വരുന്നത്. പുരുഷന്മാരാണെങ്കിൽ അവരെ അലി രാജാവെന്നും സ്ത്രീയാണെങ്കിൽ ആദി രാജാ ബീവി എന്ന പേരിലുമാണ് അത്രേ അറിയപ്പെട്ടിരുന്നത്. കോലത്തിരിയുടെ കടൽ വാണിജ്യത്തിനും മറ്റും നേതൃത്വം വഹിച്ചിരുന്ന മമ്മാലിക്ക് ലക്ഷദ്വീപിന്റെ ഭരണം കോലത്തിരി ഉദയവർമ്മ രാജാവ് വിട്ടുകൊടുത്തുവെന്നും അദ്ദേഹത്തെ ദ്വീപ് രാജാവ് എന്നും വിളിച്ചിരുന്നുവെന്നും കേരളോൽപ്പത്തിയിൽ കാണുന്നു.
മാലിദ്വീപുകളുടെ മീതെയുള്ള അറക്കൽ രാജവംശത്തിന്റെ അധീശത്വം കാരണം ലക്ഷദ്വീപിൽ നിന്ന് മിനിക്കോയ് ദ്വീപിനെ വേർതിരിച്ചിരുന്ന 9ാം ഡിഗ്രി ചാനലിനെ മമ്മാലി ചാനൽ എന്നായിരുന്നു അത്രേ 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യം വരെ വിളിച്ചിരുന്നത്. ആ കാണുന്നത് ബെൽ ടവർ ആണ്. ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 5 പ്രാവശ്യം ഒരു ദിവസത്തിൽ ശബ്ദിക്കും അത്രേ സാധാരണ ദിവസങ്ങളിൽ. അതേപോലെ രാജ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു എങ്കിൽ അപ്പോൾ കൂട്ടമണി അടിക്കും. അതുപോലെ വിദേശികളുടെ ആക്രമണം, വിദേശികളുടെ വരവ്, അപ്പൊ അതിനെതിരെ ഇവിടെയുള്ള ആളുകളോട് തയ്യാറെടുക്കുവാനും ഈ ബെല്ല് അടിക്കുമായിരുന്നു. അപ്പൊ ഇത് 2 വർഷം മുന്നേ വരെ ഇവിടെ ബെല്ല് അടിച്ചിരുന്നു. അതിനൊരാൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കടയിലുള്ള ഒരാള് ആയിരുന്നു അത് ചെയ്തിരുന്നത്. ഇപ്പോ പരിപൂർണമായിട്ടും ഈ ബെല്ല് അടിക്കുന്നത് പരിപാടി നിർത്തിയിരിക്കുകയാണ്. രാജകുടുംബത്തിന്റെ അവരുടെ ആവശ്യപ്രകാരം ഇപ്പൊ ആരും ഈ ബെല്ല് അടിക്കുന്നില്ല. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പടിപ്പുരയുണ്ട്. ഇത് പുറത്തേക്കുള്ള ഒരു വഴിയാണ്. ഇതിലേക്ക് ആദ്യകാലങ്ങളിൽ ഈ വഴിയായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കടലിന്റെ ഭാഗത്തേക്കുള്ളത് പിന്നീട് ആ ഭാഗത്ത് ഉണ്ടായിരിക്കാം, വഴി മുന്നേ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വഴി ഇതായിരിക്കും. പുറത്ത് തെരുവിലേക്കും മറ്റു ഈ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ഒരു എൻട്രൻസ് ആയിരിക്കും ഇത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ദ്വീപുകളുടെ ജാഗിറും കണ്ണൂർ തുറമുഖം, കാനത്തൂർ, കണ്ണോത്ത് ചാൽ തുടങ്ങിയ ഗ്രാമങ്ങളുടെ ആധിപത്യം ഇതെല്ലാം 16ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഈ അലി രാജ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ അറക്കൽ ബീവി കുടുംബത്തിന് ഉണ്ടായിരുന്നു അത്രേ. പോർച്ചുഗീസുകാരുടെ ആഗമന കാലത്ത് അറബിക്കടലിലെ പ്രമുഖ ശക്തി മമ്മാലിമാരും മാപ്പിളമാരുമായിരുന്നു. വിദേശികളായ കൊളോണിയൽ ശക്തികളെ ചെറുത്തു നിൽക്കുന്നതിനും പ്രാദേശികമായ നിലനിൽപ്പിനും വേണ്ടി അറക്കൽ രാജവംശം നടത്തിയ സമരങ്ങളും സന്ധികളും മധ്യകാല കേരള ചരിത്രത്തിലെ ഒരു അധ്യായമാണ്. ഇനി നമുക്ക് പതുക്കെ ഈ മ്യൂസിയത്തിലേക്ക് കയറാം. ഇതിന്റെ തൊട്ട് കാണുന്നതാണ് മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 20 രൂപയാണ് ഇവരുടെ അഡൽറ്റിനുള്ള ചാർജ്. 30 രൂപ ഫോട്ടോ എടുക്കണമെങ്കിൽ മൊബൈൽ ക്യാമറ ഒക്കെ എടുക്കുന്നതിന് 30 രൂപയെ ചാർജ്. അങ്ങനെ 50 രൂപ. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് കേട്ടോ. ഇതിനുള്ളിലേക്ക് വരുമ്പോൾ കുറെ പെയിന്റിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ദർബാർ ഹാളാണ്. നിങ്ങൾ ഈ ദർബാർ ഹാള് കാണുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാവും. ദർബാർ ഹാള് ഇത്രമാത്രം മനോഹരമായിരുന്നെങ്കിൽ കൊട്ടാരം എങ്ങനെ ആയിരിക്കും എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക. അത് പൊളിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ചരിത്രം തുടരാം. ഇവിടെ നമുക്കറിയാലോ, പോർച്ചുഗീസുകാർ ഇവിടെ കോട്ട പണിയാൻ വേണ്ടി വരുമ്പോൾ 1504 സാമൂതിരിയോട് ഏറ്റുമുട്ടുവാൻ കോലത്തിരിയുടെ സഹായം ലഭിച്ചിരുന്നു. തുടർന്ന് കണ്ണൂരിൽ ഒരു കോട്ട പണിയുവാൻ കോലത്തിരി അവരെ അനുവദിച്ചിരുന്നു. സെന്റ് ആഞ്ചലോസ് കോട്ടയെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചിട്ടുണ്ട്. എന്തായാലും കോട്ട സ്ഥാപിതമായതോടെ അറബിക്കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ നിശ്ചിത ഫീസ് അടച്ച് പോർച്ചുഗീസ് ക്യാപ്റ്റന്റെ അനുവാദ പത്രം അഥവാ കർത്താസുകൾ സ്വീകരിക്കേണ്ടിയിരുന്നു. കർത്താസുകൾ ഇല്ലാത്ത കപ്പലുകളും ചരക്കുകളും അവർ പിടിച്ചെടുത്തു. നാട്ടുകാരായ കപ്പൽ യാത്രക്കാരോട് അന്നോളം അറബിക്കടലിന്റെ ചരിത്രത്തിൽ അറിയപ്പെടാത്ത വിധത്തിലുള്ള ക്രൂരതകളാണ് ഇവർ കാണിച്ചത്. അറബിക്കടലിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ കടൽ യുദ്ധങ്ങളിൽ മലബാറിലെ കുഞ്ഞാലി മരക്കാരോടൊപ്പം അലി രാജാക്കന്മാരും പങ്കാളികളായി. 1510 ഗവർണർ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടു. എന്തു മനോഹരമായിട്ടും ഉറപ്പിലും ആണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഗവൺമെന്റിനെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോ നമ്മൾ കോലത്തിരിയുടെ കാര്യം പറയുമ്പോൾ മന്ത്രിയായിരുന്ന മമ്മാലി ഗോവയിലെ സഭായോവുമായിട്ട് സഹായിക്കാനുള്ള ഒരു കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും സഭായോവിന്റെ മരണം മൂലം അത് നടപ്പായില്ല അത്രേ. മാലിദ്വീപിന്റെ അധികാരം പോർച്ചുഗീസുകാർക്കാണെന്ന് അവർ അവകാശപ്പെട്ടു. ദ്വീപുകളിൽ ആഭ്യന്തര കലാപം നടക്കുന്നതിനാൽ അത് പോർച്ചുഗീസുകാർ മുതലെടുക്കണ്ട എന്ന് കരുതി ഓരോ വർഷവും അസംസ്കൃത ചകിരി കണ്ണൂരിലും കൊച്ചിയിലും വെച്ച് നൽകാമെന്ന് മമ്മാലി പോർച്ചുഗീസുകാർക്ക് വാഗ്ദാനം നൽകുന്നു. മുസ്ലിങ്ങളെ കുറ്റവിചാരണം ചെയ്യാനുള്ള അധികാരം നൽകുവാൻ പോർച്ചുഗീസുകാർ കോലത്തിരിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും കോലത്തിരി അതിന് സമ്മതിച്ചില്ല. 1494 ദ്വീപിലെ സുൽത്താനായ ഹിലാൽ കുടുംബത്തിലെ കാലു മുഹമ്മദിനെ അധികാരത്തിലേറുവാൻ അലി രാജാവ് ഇടപെട്ടു. കാലു മുഹമ്മദിനെ പിന്നീട് സഹോദരൻ യൂസഫും മച്ചുനൻ അലിയും സ്ഥാനഭ്രഷ്ടനാക്കുകയുണ്ടായി. മമ്മാലിക്ക് വേണ്ടി കയർ കയറ്റിക്കൊണ്ടുവന്ന ഒരു കപ്പൽ അൽബുക്കർക്ക് പിടിച്ചെടുത്തു. 1513 ഇതിനു പകരമായി സിലോണിൽ മമ്മാലി പോർച്ചുഗീസ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പോർച്ചുഗീസുകാർ പൊറുതിമുട്ടി. ദ്വീപുകളിലെ പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് മമ്മാലിയുടെ പിരിവുകാർ 1515 വീണ്ടും പ്രത്യക്ഷപ്പെട്ടു.
ഹോർമൂസിൽ നിന്നുള്ള മടക്കയാത്രയിൽ അൽബുക്കർക്ക് മരണപ്പെട്ടതായി ഒരു കിംവദന്തി അവർ പ്രചരിപ്പിച്ചു. പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിച്ചതും കോലത്തിരിയുടെ സ്വാധീനം കുറഞ്ഞതും മമ്മാലിയെ കണ്ണൂരിലെ ഒരു പ്രബല ശക്തിയാക്കി മാറ്റി. സിലോണിൽ നിന്നുള്ള കറുപ്പ് വ്യാപാരത്തിന്റെ കുത്തക അദ്ദേഹം കൈവശമാക്കി. ഈ സമയത്താണ് കണ്ണൂരിലുള്ള പോർച്ചുഗീസ് ഫാക്ടറി തകർത്തതും കൊല്ലത്ത് സിലോണിലും ഉണ്ടായിരുന്ന കോട്ടകൾ നശിപ്പിക്കപ്പെട്ടതും. സിലോൺ രാജാവായ വിജയബാഹുവിന് വെടിയുണ്ടകൾ നൽകി മമ്മാലി പോർച്ചുഗീസുകാരെ എതിരിടുവാൻ സഹായിച്ചു. പൊറക്കാട്, പൊന്നാനി, പന്തലായനി, കൊല്ലം, ഏഴി, മാടായി, ഇരിക്കൂർ, ധർമ്മപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂരിലെ വലിയ ഹസന്റെയും താനൂരിലെ കുട്ടിയലി, കൊച്ചിയിലെ പേട്ടൈ മരക്കാർ എന്നിവരുടെയും കീഴിൽ സംഘടിപ്പിച്ച മലബാറിലെ മാപ്പിളമാർ 1523 പോർച്ചുഗീസുകാർക്കെതിരെ ആഞ്ഞടിച്ചു. വലിയ ഹസൻ അലി രാജാവിന്റെ അടുത്ത ബന്ധുവായിരുന്നു. കണ്ണിൽ കാണുന്ന എല്ലാ പോർച്ചുഗീസ് കപ്പലുകളും നശിപ്പിക്കുവാൻ അദ്ദേഹം നേതൃത്വം നൽകി. ഈ ആക്രമണങ്ങൾ കൊണ്ട് പോർച്ചുഗീസുകാർ പൊറുതിമുട്ടി. ഹസനെ പിടികൂടുവാൻ അവർ കോലത്തിരി രാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഒരു ചതി നടന്നതായിട്ട് മനസ്സിലാക്കാം. കണ്ണൂർ കോട്ടയിൽ വലിയ ഹസനെ തടവുകാരനായി പോർച്ചുഗീസുകാർ പിടികൂടുന്നു. ഹസനെ മോചിപ്പിക്കുന്നതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അലി രാജാവ് തയ്യാറായിരുന്നു. ഇതിനുവേണ്ടി വലിയൊരു തുക അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് വാഗ്ദാനം ചെയ്തു. കോലത്തിരിയോട് സഹായിക്കുവാൻ അഭ്യർത്ഥിച്ചു. കോലത്തിരി നേരിട്ട് ഇടപെട്ട് ഹസനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അന്നത്തെ പോർച്ചുഗീസ് ഗവർണറായ ഡോം ഹെൻറിക് ഡി മെൻസിസ് വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ലായിരുന്നു. വലിയ ഹസനെ തൂക്കിക്കൊല്ലുന്നു. പോർച്ചുഗീസുകാരുടെ ഈ ക്രൂരകൃത്യം കണ്ണൂരിലെ മുസ്ലിങ്ങൾക്ക് കോലത്തിരിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പല മുസ്ലിം കുടുംബങ്ങളും ധർമ്മപട്ടണത്തിലേക്ക് താമസം മാറ്റി. കോലത്തിരിയുടെ പോർച്ചുഗീസുകാരുമായുള്ള സൗഹൃദ ബന്ധം തകർക്കുന്നതിന് കുഞ്ഞാലി കുടുംബത്തിലെ കുട്ടിയാലി മരക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് അറക്കൽ കുടുംബമായിരുന്നു. പോർച്ചുഗീസുകാരുമായി നിരന്തരം യുദ്ധം ചെയ്ത മമ്മാലി അഥവാ അലി രാജാവ് 1527 മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. പിന്നീട് വന്ന പോക്കർ അലിയെ 1545 ബെൻഷിയോർ ഡിസൂസ വധിക്കുന്നു. പോക്കർ അലിയുടെ മരുമകൻ അലി രാജാവായി സ്ഥാനം നേടുന്നു. വിദേശീയർക്കെതിരെ പോരാടാൻ അദ്ദേഹം മലബാറിലെ എല്ലാ രാജാക്കന്മാരെയും ഉൾപ്പെടുന്ന ഒരു വിശാല സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് കോലത്തിരി രാജാവിന് ചില കാരണങ്ങൾ കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം കാസർഗോഡിൽ അഭയം പ്രാപിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കോലത്തിരിയുടെ സാമന്തനും മന്ത്രിയുമായിരുന്ന മമ്മാലിയുടെ പിൻഗാമികൾ സ്വതന്ത്ര ഭരണാധികാരികളും അതേപോലെ തന്നെ രാജാക്കന്മാരുമായിട്ട് തീരുന്നു. കോലത്തിരി രാജവംശം നശിക്കുവാനുണ്ടായ ഒരു കാരണം ആഭ്യന്തര രാഷ്ട്രീയ അനിശ്ചിതത്വവും പോർച്ചുഗീസുകാരുടെ നിരന്തര ആക്രമണവും മൂലമായിരുന്നു എന്ന് പറയാം. ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ രാജകുടുംബം ഉപയോഗിച്ചിരുന്നതാണ്. ഒരു മുസ്ലിം രാജവംശം എന്ന നിലയ്ക്ക് അറക്കൽ രാജവംശം, ബീജപ്പൂർ തുടങ്ങിയ മുസ്ലിം ഭരണകൂടങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. 1663 ഡച്ചുകാർ കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു. അവർ അറക്കൽ രാജവംശവുമായി സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. മാലിദ്വീപിൽ കുടുങ്ങിയ ഡച്ച് കപ്പലിൽ നിന്ന് അലി രാജാവ് 24 ബീരങ്കികൾ പിടിച്ചെടുത്തിരുന്നു. ഒരു സംഘർഷം ഉണ്ടാക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബീരങ്കികൾ തിരിച്ചു കിട്ടുന്നതിന് ഡച്ചുകാർ $2000 അലി രാജാവിന് നൽകി. ഡച്ചുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻ വീഡിയോകളിൽ ഞാൻ പരാമർശിച്ചിരുന്നു. പിന്നീട് 1665ഓടെ അറക്കൽ രാജകുടുംബവും ഡച്ചുകാരുമായിട്ടുള്ള ചില വിരോധങ്ങൾ കാണാനുണ്ട്. ഇത് എങ്ങനെ തുടങ്ങിയെന്നും ഇത് എങ്ങനെ അവസാനിച്ചു എന്നും വ്യക്തമല്ല. 1669 ഇംഗ്ലീഷുകാർ വളപട്ടണം പുഴയുടെ കരയിൽ കോട്ടക്കുന്ന് എന്ന സ്ഥലത്ത് ഒരു ഫാക്ടറി തുറന്നു. അവർ അലി രാജാവുമായി സൗഹാർദ്ദം പുലർത്തി. ഇംഗ്ലീഷുകാരുമായി സൗഹാർദ്ദം പുലർത്തിയിരുന്ന കാലത്ത് നാട്ടിലെ ഭരണാധികാരിയായിരുന്ന രാജകുമാരനെതിരെ അലി രാജാവും ഡച്ചുകാരും മറ്റൊരു ഇളയ രാജകുമാരനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ ആധാരങ്ങളും മറ്റുള്ള സാധനങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചിരുന്ന പെട്ടികളാണ് കേട്ടോ ഈ കാണുന്നത്. ധർമ്മപട്ടണം പിടിച്ചെടുക്കാനുള്ള അലി രാജാവിന്റെ ശ്രമം കോലത്തിരി പരാജയപ്പെടുത്തിയെങ്കിലും 1683 ഈ കാര്യത്തിൽ അലി രാജാവ് വിജയം വരിച്ചതായിട്ട് കണക്കാക്കുന്നു. അലി രാജാവിനെയും ഡച്ചുകാരെയും ഭയപ്പെട്ടുകൊണ്ടിരുന്നതിനാൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ കേന്ദ്രത്തെ സംരക്ഷിക്കാൻ കോലത്തിരിയുടെ നായർ പടയാളികളെ ആശ്രയിച്ചു. എന്നാൽ മലബാറിലെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങളുടെ മുഖ്യ ചുമതലക്കാരനായി റോബർട്ട് ആഡം ചുമതലയെടുത്തപ്പോൾ അദ്ദേഹം അലി രാജാവുമായി സൗഹൃദം പുലർത്തുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു. അലി രാജാവിന്റെ ഗവൺമെന്റിന് പരമാധികാരമോ പാരമ്പര്യമോ ഉണ്ടായിരുന്നില്ല എന്ന് ഹാമിൽട്ടൺ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നികുതി വഴിയായും വാണിജ്യം വഴിയായും ഉണ്ടാകുന്ന സമ്പത്തുകൾ സൂക്ഷിക്കുവാൻ വേണ്ടി കുറെ പെട്ടികൾ ഉണ്ടാക്കിയിരുന്നു. ഈ പെട്ടികൾ സ്വർണ്ണനാണയം നിക്ഷേപിക്കുവാനുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഓരോ പെട്ടിക്കും 4 കൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ താക്കോലുകൾ രാജാവ്, വാണിജ്യ കമ്മീഷണർ, മുഖ്യ ജഡ്ജി, ഖജാൻജി എന്നിവരുടെ കൈകളിലായിരുന്നതിനാൽ പണത്തിന് ആവശ്യം വരുമ്പോൾ ഈ 4 പേരോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ അറിഞ്ഞുകൊണ്ട് മാത്രമേ പെട്ടി തുറന്നിരുന്നുള്ളൂ.
അറക്കൽ കുടുംബത്തിന്റെ നാണയങ്ങൾ സ്വർണമായിരുന്നു അത്രേ. മംഗലാപുരം മുതൽ കോഴിക്കോട് വരെയുള്ള കടലിൽ അറക്കൽ രാജകുടുംബത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂരിലെ സമീപ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 1712 ഖജാന കോട്ട എന്ന സ്ഥലത്ത് അവർ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു. ഇസ്ലാം മതവും ശരീഅത്തും പ്രചരിപ്പിച്ചു എന്ന നിലയിൽ എല്ലാ മുസ്ലിങ്ങളും തങ്ങളുടെ ഐക്യത്തിന്റെ രാഷ്ട്രീയ പ്രതീകമായി ഈ കുടുംബത്തെ പരിഗണിച്ചു. കോലത്തിരി രാജാവും അലി രാജാവുമായി സംഘർഷങ്ങൾ ഉടലെടുക്കുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. 1722 കോലത്തിരി രാജാവിന്റെ ആൾക്കാരും അലി രാജാവിന്റെ അനുയായികളും തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. ഒരു സ്വകാര്യ തർക്കത്തിൽ തുടങ്ങിയ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും പരസ്പരം കൊന്നൊടുക്കലിൽ കലാശിക്കുകയും ചെയ്തു. ഇതിന് പ്രതികാരമായി മാപ്പിളമാർ കോലത്തിരിയെ വാണിജ്യ കേന്ദ്രത്തിൽ പരസ്യമായി അപമാനിച്ചു. ഇതൊരു യുദ്ധത്തിന് കാരണമായി. കണ്ണൂരിലെ വാണിജ്യ കേന്ദ്രം ആക്രമിക്കുന്നതിനും ഇംഗ്ലീഷുകാര് കോലത്തിരിയെ സഹായിച്ചു. ഇതിന്റെ പ്രതിഫലമായി ഇംഗ്ലീഷുകാർക്ക് അവിടെ ഒരു പണ്ടികശാല നിർമ്മിക്കാനും പണ്ടികശാല എന്ന് പറയുന്ന ഫാക്ടറിയാണ് നിർമ്മിക്കാനുള്ള അനുവാദം കോലത്തിരി നൽകിയിരുന്നു. ഈ യുദ്ധം മൂലം മാപ്പിളമാർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. യുദ്ധച്ചെലവിനായി കോലത്തിരിക്ക് ഒരു വലിയ സംഖ്യ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു. കണ്ണൂരിലെ കോട്ട കെട്ടിയുറപ്പിക്കാനും ഒരു ഗ്രാമം കൈവശം വെക്കുവാനും കോലത്തിരിക്ക് ഇതുമൂലം സാധിച്ചു. സംഘർഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മാപ്പിളമാർ കോലത്തിരിയുടെ നാട്ടിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. ഇത് തടയുന്നതിന് കോലത്തിരിയെ സഹായിക്കുവാൻ ഇംഗ്ലീഷ് സൈന്യം എത്തിയെങ്കിലും ധർമ്മപട്ടണം കടക്കുവാൻ അലി രാജാവ് അവരെ അനുവദിച്ചില്ല. തുടർന്ന് കോട്ടയം രാജാവിന്റെ സഹായത്തോടെ കോലത്തിരിയുടെ സൈന്യം ധർമ്മപട്ടണത്ത് പ്രവേശിക്കുകയും അലി രാജാവിന്റെ ഒരു കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധാനന്തരം ധർമ്മപട്ടണത്തിന്റെ പകുതി ഭാഗം കോട്ടയം രാജാവിന് ലഭിച്ചുവെങ്കിലും അലി രാജാവിനെ പൂർണ്ണമായി കീഴടക്കാൻ കോലത്തിരിക്കായില്ല. അതിനുള്ള പരിശ്രമം അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു. 1728 മാർച്ചില് അലി രാജാവ് ജിദ്ദയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി. അലി രാജാവ് സ്ഥലത്തില്ലായിരുന്നിട്ടും കോലത്തിരിക്കെതിരെയുള്ള സമരങ്ങൾ മാപ്പിളമാർ തുടർന്നുകൊണ്ടിരുന്നു. കോലത്തിരിയുടെ രാജകുമാരൻ കുഞ്ഞിക്കോമന്റെ നേതൃത്വത്തിൽ കണ്ണൂരിനെതിരെ ഒരു ആക്രമണങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു. ഇതിന്റെ പ്രധാന കാരണമായിരുന്നത് ധർമ്മപട്ടണത്തെ സഖ്യകക്ഷിയായിരുന്ന കോട്ടയം രാജാവുമായുള്ള കുഞ്ഞിക്കോമന്റെ ശത്രുതയായിരുന്നു. കോലത്തിരിയെ നേരിടാൻ കർണാടക രാജാക്കന്മാരുടെ സഹായം ആദ്യം അലി രാജാവിന് ലഭിച്ചെങ്കിലും പിന്നീട് അവര് കോലത്തിരിയെ സഹായിക്കുകയാണ് ഉണ്ടായത്. നായർ പട്ടാളക്കാരുടെ പിന്തുണയുള്ള ഒക്കു എന്ന ആൾ കോലത്തിരിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയപ്പോൾ അതിനെ നേരിടാൻ പ്രിൻസ് റീജന്റ് കുഞ്ഞിക്കോമൻ കുഞ്ഞിഹംസ അലി രാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു അത്രേ. പക്ഷേ അലി രാജയുടെ സ്ഥിതി ദയനീയമായിരുന്നു. മാപ്പിളമാരുടെ നേതാക്കൾ അദ്ദേഹത്തെ തടവിൽ വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോലത്തിരിയെ സഹായിക്കുവാൻ അദ്ദേഹത്തിനായില്ല. 1765 ഇംഗ്ലീഷുകാരും അറക്കൽ കുടുംബവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി. കോലത്തുനാടിനെ ആക്രമിക്കാൻ ഹൈദരാലിയെ അലി രാജാവ് ക്ഷണിക്കുന്നു. ഹൈദരാലി സൈന്യത്തോടൊപ്പം വളകോട്ടണം കോട്ട വളയുന്നു. കോലത്തിരിയുടെ 500 സൈനികർ ഒരു ദിവസം പിടിച്ചു നിന്നെങ്കിലും പീരങ്കിപ്പട വെടിവെപ്പ് തുടങ്ങിയതോടെ ഓടിപ്പോയി. കോലത്തിരി നാട്ടിലെ ആളുകളോടും സാമൂതിരിയോടും കടുത്ത പക അലി രാജയ്ക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നു അത്രേ. ഹൈദരാലി പിന്നീട് കോലത്തിരിക്കും കോട്ടയം രാജാവിനും അവരുടെ രാജ്യങ്ങൾ തിരിച്ചു കൊടുത്തു. പിന്നീട് ഈ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയും 1908 നവംബർ 8 അറക്കൽ ബീവിയുമായി അവരൊരു കരാറ് ഒപ്പിടുകയും ചെയ്തു. അത് പ്രകാരം 1419/2 ഏക്കർ സ്ഥലവും വർഷത്തിൽ 2300 രൂപ മാലിഖാനയായിട്ടും ബ്രിട്ടീഷുകാര് അറക്കൽ ബീവിക്ക് പിന്നീട് നൽകി. ഒരു സംക്ഷിപ്തമായ വിവരണം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.